വന്നവനും വരാനിരിക്കുന്നതിനുമായ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ ചിന്തിക്കാനെടുത്ത വിഷയം വിശുദ്ധ മത്തായി 15-ാം അധ്യായം 22 മുതൽ 29 വരെ ഉള്ള വാക്യങ്ങളാണ്. യേശു സോർ സീദോൻ എന്ന പ്രദേശത്തിൽ കൂടെ പോകുമ്പോൾ ഒരു കനാന്യ സ്ത്രീ യേശുവിനെ കണ്ടിട്ട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഈ സ്ത്രീ പല വഴിയിൽ സഞ്ചരിച്ചതാണ്. തൻ്റെ മകളുടെ രോഗം കൂടുന്നതല്ലാതെ അതിനൊരു മാറ്റവും അവൾക്കുണ്ടായില്ല. പല വൈദ്യന്മാരുടെ അടുത്തും പോയി അവരുപേക്ഷിച്ചു. അവൾക്കുണ്ടായിരുന്ന പണമെല്ലാം ചെലവായി. ഇനി ഒരു രക്ഷയും കാണുന്നില്ല. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അവളെ നിന്ദിക്കുകയാണ്. അവൾക്ക് മനസ്സിലായി, ഈ പോയ വാതിലുകളിലൊന്നും തൻ്റെ കാര്യം പരിഹരിക്കാൻ കഴിയുകയില്ല. എന്നാൽ യേശു ഈ വഴി പോകുന്നത് അവൾ കേട്ടു. അവൾ ആരോ പറഞ്ഞു കേട്ടു, ഈ നസ്രാനായ യേശുവിനെ കൊണ്ട് കഴിയുമെന്ന്. ഹല്ലേലൂയ! ഇവരുടെ ഒരു പരിഹാരം തനിക്ക് കിട്ടും എന്ന് അവൾ ഉറച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഉറപ്പിച്ചു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ! അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ് യേശുവിനോട്, നിന്റെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്ന സ്ത്രീയെ കണ്ടോ, അവളെ ഒന്ന് പറഞ്ഞയക്കണമേ എന്ന്. എന്നാൽ യേശു അതിനൊന്നും ഒരു മറുപടി കൊടുത്തില്ല. കാരണം യേശുവിനറിയാം, അവളുടെ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാണ് തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. തന്നെ അറിയാത്തൊരു സ്ത്രീയാണ്. അവളുടെ ജീവിതയാത്രയിലെല്ലാം തന്നെ അവൾ മറന്നതാണ്. അതുകൊണ്ട് യേശു ഒന്നും സംസാരിച്ചില്ല, അവിടെ ഉത്തരം പറയാതെ നിൽക്കുകയായിരുന്നു. ഹല്ലേലൂയ! എന്നാൽ സ്ത്രീ വിട്ടുപോകാൻ തയ്യാറായില്ല. ഇവിടെ വീണ്ടും പറയുകയാണ്, തന്നെ സഹായിച്ചേ മതിയാവും. എന്നാൽ അവൾ വന്നു പറയുകയാണ്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ! സാധാരണ ഒരു നമസ്കാരമല്ല. ഇവിടെ നമസ്കാരം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ്. കാരണം അവക്കറിയാം, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിച്ച് കളയാത്തൊരു ദൈവമാണ് ഈ ദൈവമെന്ന്. ഹല്ലേലൂയ! അവൾ ആ കാൽക്കലേക്ക് വീണു. താൻ ചെയ്ത പാപങ്ങൾ, താൻ പോയ വഴികൾ എല്ലാം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അവളവിടെ സമർപ്പിക്കുകയാണ്. കാരണം അവക്കറിയാം, ദയാലുവുള്ള കർത്താവാണിത്. അവൻ ശക്തനാണ്, സർവശക്തനാണ്, മഹാശക്തനാണ് എന്ന് ഇവക്കറിയാം. അതുകൊണ്ട് അവിടെ ജീവിതം അവൾ അവിടെ സമർപ്പിക്കുകയാണ്. അവിടെ കടും ചുവപ്പാകുന്ന പാവങ്ങളെ എല്ലാം ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു ഈ ദൈവമെന്ന് അവക്കറിയാം. തൻ്റെ പാവങ്ങൾ കഴുകണമെങ്കിൽ ഈ ദൈവത്തിനെ പറ്റും. അങ്ങനെ അവൾ അവിടെ സമർപ്പിച്ചു തൻ്റെ ജീവിതം. അവളെ കാൽക്കലേക്കൊന്ന് വീണു. കാരണം അവൾക്ക് ഉറപ്പാ, ഈ കാൽക്കൽ വീണാൽ തൻ്റെ മകൾക്ക് വിടുതലാണ്. ഇവിടെ ഒരു വിടുതലുള്ളൂ എന്ന് അവൾ ഉറച്ചാ വന്നത്. യേശു അവളോട് പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. എന്നാൽ അവൾ അതിന് ഉത്തരം പറയുകയാണ്, കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ. എന്നാൽ കർത്താവ് ഓർത്തു, ഇത് പറയുമ്പോൾ അവൾ മാറിപ്പോകുമെന്ന്. നമ്മളങ്ങനല്ലേ? നമ്മളൊരാവശ്യത്തിന് ആരെയും സമീപിച്ചാൽ അവർ പറയാവോ, ബുദ്ധിമുട്ടാ, നടക്കത്തില്ലെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ വഴി പോകില്ല. ഇവിടെ ആ സ്ത്രീ അതിനും മറുപടി കൊടുക്കുകയാണ്. നായ്ക്കുട്ടികളും നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ! വീണ്ടും അവിടെ കർത്താവിൻ്റെ മുന്നിൽ അവള് വിശ്വസിച്ച് പറയുകയാണ്. കാരണം അവിടെ ഉള്ളിൽ ഉറച്ചാ വന്നത്. ആ ഉറപ്പാ ദൈവമക്കളെ നമുക്ക് വേണ്ടത്. നമുക്ക് ആ വിശ്വാസം ഇല്ലായ്മയാണ്. 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, നടന്നില്ല. പിന്നെ നമുക്ക് ഇനിയും പ്രാർത്ഥിച്ചാൽ നടക്കുമോ എന്നുള്ള വിചാരമാണ്. ഇവിടെ ദൈവത്തെ അറിയാത്തൊരു സ്ത്രീയെ പറ്റിയാണ് പറഞ്ഞത്, ഒരു കനാന്യ സ്ത്രീയെ പറ്റി.
അവൾ അത് നേടിയേ പോകൂ. അവൾ വന്ന കാര്യം സാധിച്ചേ പോകൂ എന്ന് ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇത് യേശുവിനെ അറിയുകയും ചെയ്യുക. എന്നാൽ വീണ്ടും യേശു അവിടെ മനസ്സറിയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. തൻ്റെ മക്കൾക്കുള്ളതാണ്. മക്കളെങ്കിലോ അവകാശികളാണ്. തന്നെ കൈക്കൊണ്ട് തൻ്റെ നാമം വിശ്വസിക്കുന്ന ഏവർക്കും അവൻ മക്കളാവുവാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. ഏവർക്കും, എല്ലാവർക്കും. ഇന്ന ആളെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വിശ്വസിക്കണം. ഇവിടെ ആ സ്ത്രീയുടെ വിശ്വാസം, അവൾ വിട്ടുമാറാൻ തയ്യാറായില്ല. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇവിടെ യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ, നിന്റെ ഇഷ്ടമാ നിന്റെ മകളുടെ സൗഖ്യം, അത് ഞാനിവിടെ നൽകിയിരിക്കുകയാണ്. മകളെ കൊണ്ടുവരാൻ പറ്റത്തില്ല, ആ അവസ്ഥയിലാണ് മകൾ കഴിയുന്നത്. എന്നാൽ ഇവിടെ ഒരു വാക്കുകൊണ്ട്, അവൻ്റെ ഒരു വാക്കും മതി മക്കളെ. എത്ര പഴയ രോഗമാണേലും, എത്ര പഴയ പാവമാണേലും, ആ ഒരു വാക്കിൽ അവിടെ മാറുകയാണ്. എത്ര കടും ചുവപ്പായ നിന്റെ പാവവും ഇവിടെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു യേശുവാണ്. ഹല്ലേലൂയ. കാരണം പാപമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഇവിടെ ആ നാഴികയിൽ തന്നെ രോഗം മാറുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവൾ അവിടെ സമർപ്പിക്കുകയാണ് അവളുടെ ജീവിതം. ഇനി എൻ്റെ ജീവിതം യേശുവിൻ്റെ കാൽക്കലാണ്. സമർപ്പിക്കുന്ന ഒരു ജീവിതം. അപ്പോഴാണ് അവരുടെ മകളുടെ സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞത്. അത് യേശുവിൻ്റെ നാമത്തിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. വിശ്വസിക്കുക. ആ ഉറപ്പ്, ഈ സ്ത്രീയുടെ വിശ്വാസം. നമുക്കും അതുപോലെ മുന്നോട്ട് ജീവിക്കണം. ആ വിശ്വസിച്ച്, ആ ഉറച്ച്, എന്താണേലും അത് യേശുവിന് പരിഹരിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കണം. ഈ സ്ത്രീ കണ്ടോ, വിട്ടുമാറാൻ തയ്യാറായില്ല. പല നിരാശകൾ അവൾക്ക് അവിടെ സംഭവിച്ചു. എന്നാൽ ആ നിരാശയിൽ ഒന്നും അവൾ പതറിയില്ല. കാരണം അവൾക്ക് ഉറപ്പാ, ഈ പാദപീഠത്തിന്, ഈ മുറിഞ്ഞ കരത്തിന് മാത്രമേ തൻ്റെ വേദനയേറിയ വിഷയത്തിന് വിടുതൽ തരാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. അതെ, നമുക്ക് എത്ര വേദനയേറിയ വിഷയമുണ്ടെങ്കിലും, ആരോടും പറയാത്ത വിഷയമുണ്ടെങ്കിലും, അതിനെ എല്ലാം പരിഹാരം തരാൻ കഴിയുന്നൊരു യേശുവാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ സ്ത്രീയുടെ വിശ്വാസം. അതേ മക്കളെ, നമുക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെ ദൈവത്തിൻ്റെ കരത്തിൽ ഓരോ ദൈവമക്കളെയും ദൈവം നടത്തട്ടെ. ആമീൻ.